നമ്മുടെ സിനാരിയോ, നമ്മുടെ കേരള സിനാരിയോയിൽ ഉണ്ടായ ഒരു കാര്യമാണ് ബെവ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ബിവറേജസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കൽ ഒരു ആപ്പ് കൊണ്ടുവരികയുണ്ടായി. അതിൽ അവർ ആ ആപ്പ് കൊണ്ടുവന്നു. ആ ആപ്പ് ഒരുപാട് ആളുകൾ ഒറ്റ സ്ട്രെച്ചിനൊക്കെ വന്ന് അതിനേക്ക് കയറി. അപ്പം അവർ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ആപ്പ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അത് ജാമായി, സ്റ്റക്കായി, ഡൗൺ ആവുകയൊക്കെ ചെയ്തു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു 10,000 ഇൻവൈറ്റീസിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ ഹാൾ ബുക്ക് ചെയ്യുന്നത് 500 ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു ഹാളാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഈ 10,000 ആളുകൾ വിളിച്ചവർ വരും, അവർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെയൊക്കെ കേസിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസ് എത്ര പേര് വരും എന്ന് നമുക്ക് ഉറപ്പുള്ള കേസിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ടെക്നോളജി പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ അത് ഫെയിൽ ആവും. അപ്പോൾ അത് തന്നെയാണ് നമ്മളൊരു ഇങ്ങനെയുള്ള ഇ-കൊമേഴ്സ് പോർട്ടൽസ് ആയാലും ടെക്നോളജി ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. നമുക്ക് ഇങ്ങനെയുള്ള ബിസിനസ് സിനാരിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാവാൻ പോകുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് ആ കാര്യങ്ങൾ നമ്മൾ ടെക്നോളജി വെണ്ടർ എടുത്ത് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്താൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ബിസിനസ് ഓണേഴ്സിനെ ആരെ കൊണ്ടുവരാം, ടെക്നോളജി കൺസൾട്ടൻസിനെ ഒക്കെ നമുക്ക് ഇൻ ബിറ്റ്വീനിൽ കൊണ്ടുവന്നിട്ട് അത് നമ്മളുടെ വെണ്ടർ പ്രോപ്പറായിട്ട് അത് ടേക്കൺ കെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ടും പറ്റും.